കോടതിയുടെ വിധി വന്നിരിക്കുന്നത് ജഡ്ജ്മെന്റ് എൻ്റെ കിട്ടിയില്ല. കോടതി അടിച്ചു വരുന്നതേ ഉള്ളൂ. A1 ജീവപര്യന്ത തടവും 5 ലക്ഷം രൂപ പിഴയും, പിന്നെ തെളിവ് നശിപ്പിച്ചതിന് 5 ലക്ഷം രൂപയും 25,000 രൂപ പിഴയും. A2 രണ്ടാം പ്രതിക്ക് ജീവപര്യന്ത തടവും 5 ലക്ഷം രൂപ പിഴയും, തെളിവ് നശിപ്പിച്ചതിന് 2 വർഷവും 25,000 രൂപ പിഴയും. ഇതിൽ A1 5 വർഷം തടവ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ജീവപര്യന്തം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. A2 ഒന്നിച്ച് അനുഭവിച്ചാൽ മതി. ഇതാണ് കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 ആയപ്പോഴാണ്, ഉച്ച കഴിഞ്ഞാണ് കോടതി വിധി പറഞ്ഞത്. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രോസിക്യൂഷൻ നിലവിൽ ഒരുപാട് കഷ്ടപ്പെട്ട കേസാണ്. കാരണം സാഹചര്യ തെളിവ് മാത്രമേ ഉള്ളായിരുന്നു, ഡയറക്റ്റ് എവിഡൻസ് ഇല്ലായിരുന്നു. ഞങ്ങൾ CDR വെച്ചും മറ്റു കാര്യങ്ങളും കൂടെ ഒത്തിരി കഷ്ടപ്പെട്ടു. പക്ഷേ ജോയിന്റ് ആയിട്ട് എല്ലാവരും സഹകരിച്ചു. ഈ പോലീസിൽ ഫസ്റ്റ് ഇത് എഴുതിയ ജോർജ് ജോൺ പോലീസുകാരനുണ്ടായിരുന്നു. പിന്നെ ഇവിടെ പ്രോസിക്യൂഷന് AD ചെയ്തുകൊണ്ടിരുന്ന അനീഷ് കുമാർ, പിന്നെ മനോജ് കുമാർ, അനീഷ് AS കേട്ടോ, അനീഷ് കുമാറിലെ അനീഷ് AS, മനോജ്, കൂടാതെ ഇതിൻ്റെ അകത്തെ പോസ്റ്റ്മോർട്ടം ഡോക്ടർ പോലീസുകാർക്ക് നന്നായിട്ട് മൊഴി കൊടുത്തു. പിന്നെ നോഡൽ ഓഫീസർ ഉണ്ടായിരുന്നു, അവർക്ക് നന്നായിട്ട് മൊഴി കൊടുത്തു. കൂടാതെ ഈ കേസിലെ ഫസ്റ്റ് ബോഡി ഐഡന്റിഫൈ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ 23/8/2017 തീയതി ഇവിടുത്തെ ഈസ്റ്റ് SHO ആയിരുന്ന ശ്രീജിത്ത് ആയിരുന്നു. അതിനുശേഷമാണ് ഇൻവെസ്റ്റിഗേഷൻ DYSP ആയ സാജു വർഗീസ് ഏറ്റെടുക്കുന്നത്. സാജു വർഗീസ് വളരെ നല്ല രീതിയിൽ തന്നെ ഈ ലിങ്ക് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ ഇത് എല്ലാത്തിനും കൂടെ ഒരു കൂട്ടായ പ്രവർത്തനമാണ്. അത് ഏറ്റവും കഷ്ടപ്പെട്ടു, ഒത്തിരി കഷ്ടപ്പെട്ടു. ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 55 സാക്ഷികളെ വിസ്തരിച്ചതിൽ എല്ലാവരും തന്നെ കൂറുമാറുമായിരുന്നു. ഇവരെ പേടിച്ചിട്ട്, ഭയപ്പെട്ടിട്ട്, അത് പൈസ കൊടുത്തിട്ടോ എനിക്കറിയില്ല, കൂറുമാറുമായിരുന്നു. പിന്നെ പ്രോസിക്യൂഷന്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ് ഈ സാക്ഷികളെല്ലാം വീണ്ടും വിളിച്ച് അന്നേ സമയത്ത് ഡിപ്പാർട്ട്മെന്റ് ഫോട്ടോഗ്രാഫർ ജോർജ് കുട്ടി എടുത്ത വീഡിയോ കാണിച്ചിട്ട് നിങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്, നിങ്ങൾ കൂറുമാറിയതായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ കേസ് വരുമെന്ന് പറഞ്ഞ് രണ്ടാമത് വിസ്തരിപ്പിച്ചാണ് എവിഡൻസ് കൊണ്ടുവന്നത്, കണക്ട് ചെയ്ത് കൊണ്ടുവന്നത്. അതെ. അല്ല, ആദ്യത്തെ തെളിവ് നശിപ്പിച്ചതിന് ഒന്നാം പ്രതിക്ക് തെളിവ് നശിപ്പിക്കൽ പ്രകാരമുള്ള 5 വർഷമുണ്ട്. ആ 5 വർഷത്തിന് ശേഷമേ ഉള്ളൂ ദുരന്തം സ്റ്റാർട്ട് ചെയ്യുള്ളൂ ഒന്നാം പ്രതി. രണ്ടാം പ്രതി ഒന്നിച്ച് അനുഭവിച്ചാൽ പിഴശിക്ഷ അച്ഛന് കൊടുക്കണം. അപ്പൊ 5 5 10 10,50,000 രൂപ മരിച്ചുപോയ ആളുടെ അച്ഛനും പിതാവിനും നൽകാം. പിഴ അടച്ചില്ലെങ്കിൽ 6 മാസം. 2 6 മാസം. നിലവിൽ അവര് പ്രതിഭാഗം പറഞ്ഞു വിയ്യൂർ ജയിലിലേക്ക് മാറ്റണം. അവിടെ എന്തോ സൗകര്യം കൂടുതലുണ്ടെന്ന് തോന്നുന്നു, എന്താണെന്നറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അത് പറ്റില്ല. കഴിഞ്ഞ ഒരു കേസിൽ ഇതുപോലെ സൂക്ഷിച്ച കേസിൽ സബ് ജയിലിലേക്ക് തന്നെ വിട്ട്, പിന്നെ ജയിൽ സൂപ്രണ്ടിന്റെ കത്തോ വല്ലതും കിട്ടി, അങ്ങനെ എന്തെങ്കിലും അവരവിടെ അപേക്ഷ കൊടുത്തിട്ട് കോടതി വരുമ്പോൾ കോടതി അലോ ചെയ്തിട്ട് എന്നാണ്. അല്ല, അത് കഴിഞ്ഞ ദിവസമായിരുന്നു. ഇന്നൊന്നും ഇല്ലല്ലോ, ചോദ്യമൊന്നും ഇല്ല. ഇന്ന് ഓർഡർ പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് തെളിവ് നശിപ്പിക്കൽ കറക്റ്റായിട്ട് വന്നു. കാരണം ഈ കുഞ്ഞുമോളെ ഏറ്റവും തല ഓട്ടോറിക്ഷയിൽ വെച്ച് കൊണ്ടുപോയി മറ്റേ തുരുത്തെ പാലത്തിന്റെ അവിടുത്തെ തോട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ബട്ടൺസ് ഉണ്ടായിരുന്നു. ആ ബട്ടൺസ് ഒക്കെ നല്ല എവിഡൻസ് ആയിട്ട് ഈ മരണപ്പെട്ട വീടിന്റെ അവിടെ നിന്ന് കിട്ടിയതാണ് ബട്ടൺസ്. അത് ഷർട്ടുമായിട്ട് മാച്ച് ചെയ്തു. സയന്റിഫിക് എവിഡൻസ് നല്ല രീതിയിൽ കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. സാജു വർഗീസ് നന്നായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയൊരു കേസാണ്.